77-ാം സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും എന്റെ പ്രിയ കൂട്ടുകാർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ സ്നേഹസംഗമത്തിൽ ഇന്ന് നമുക്ക് ഏറെ ദുഃഖമുണ്ട്. കാരണം നമ്മുടെ ദർശന ക്ലബ് ഗവേണിംഗ് ബോഡി അംഗവും സർവോപരി ഗ്ലോറിയ എന്ന ഗ്രൂപ്പിന്റെ ഇൻചാർജായ ശ്രീ ജോയ് ഫ്രാൻസിസ് സാർ വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്നു. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാതെ നമുക്ക് ഈ സ്നേഹസംഗമത്തിലൂടെ കടന്നു പോകുവാൻ സാധിക്കുകയില്ല. അമ്മാടം ബാങ്ക് ഡയറക്ടർ, തൃശൂർ ജില്ലാ സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ, റിട്ടയർ അസിസ്റ്റന്റ് രജിസ്ട്രാർ, വേദോപദേശ അധ്യാപകൻ, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കർമ്മനിരതനായിരുന്നു. കലയെയും കലാപരമായ കാര്യങ്ങളെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി. അങ്ങനെയാണ് ചലനപരിമിതരുടെ ഗ്രൂപ്പായ ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ഇൻചാർജ് സ്ഥാനം ഏറ്റെടുത്തത്. ഗ്ലോറിയ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും അറിവിനും തങ്ങളുടെ കഴിവ് പുറത്തു കൊണ്ടുവരുവാനും ഒട്ടേറെ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എല്ലാ മാസവും മുടങ്ങാതെ ഈ മത്സരങ്ങൾ എത്ര തിരക്കുണ്ടായാലും മുടക്കം കൂടാതെ സംഘടിപ്പിച്ചു വന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് പോലും ഒക്ടോബർ മാസത്തെ മത്സരവും നടത്തി സമ്മാനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന്റെ വേർപാട് ഒട്ടേറെ ഹൃദയങ്ങളിൽ വേദന ഉളവാക്കി. ഭൂമിയിലെ കടമകൾ നല്ലപോലെ പൂർത്തിയാക്കി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന ജോയ് സാറിന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് 4:30 അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ സംസ്കാര ശുശ്രൂഷ കർമ്മം നടത്തപ്പെടും. സാറിന്റെ ആത്മശാന്തിക്കായി 1 മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ഗാനത്തോടെ ഈ സ്നേഹസംഗമത്തിന് തുടക്കം കുറിക്കാം. അതിനായി ശ്രീ തങ്കച്ചൻ ടിജയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തുടങ്ങിക്കോട്ടെ. തുടങ്ങി. ഇരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവധാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തി നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവധാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തി നാഥ. പുലരിയിൽ പൂപ്പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപ്പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവധാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. അകലെയാകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെയാകാശത്ത് വിരിയുന്ന താരതൻ
മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥ ജീവിതമെന്തിനു നാഥ. താങ്ക് യു. നന്നായിട്ട് പാടി പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. അടുത്തത് ഏറ്റവും നിറഞ്ഞ മനസ്സോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീ ജെയ്സൺ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന സ്നേഹ സംഗമത്തിന്റെ 177ാമത് സ്നേഹ സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ നമ്മുടെയൊക്കെ ചങ്കായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സെന്റ് ജോസഫ് കോൺവെന്റ് കല്ലൂർ റവറൻ സിസ്റ്റർ നിവേദ്യ CS സിസ്റ്ററിനെ ഏറ്റവും ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കേരള പോലീസ് രാമവർമ്മപുരം ശ്രീ ജയശങ്കർ KB സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥിയായി കിട്ടിയിരിക്കുന്ന JCI തൃപ്രയാർ യുവജന സംഘടന പ്രസിഡന്റ് കുമാരി അഞ്ജലി മനോജിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സ്നേഹ സംഗമത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന വെങ്ങിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ശ്രീമതി സിബി സുരേഷിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹ സംഗമത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് PRO ശ്രീ പിയൂസ് KPയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അവതാരികയായി എത്തിയിരിക്കുന്ന കുമാരി ഈന MJ നാട്ടികയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിൽ പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ തങ്കച്ചൻ TJയെയും നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ഷാലി വെങ്ങിനിശ്ശേരിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി ദർശന ക്ലബിന്റെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മെ കാത്തു പരിപാലിക്കുന്ന നല്ല തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജെയ്സൺ. മനോഹരമായി എല്ലാവരും സ്വാഗതം ചെയ്തു. അടുത്തതായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് അതിമനോഹരമായി അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേൾക്കാലോ? കേൾക്കാം. നമുക്ക് ഇന്നൊരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. ഒരാളുടെ കഴിഞ്ഞു, സിസ്റ്റർ കരുണ. അടുത്ത മീറ്റിംഗ് നടക്കുന്നത് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീമിന്റെയാണ്. ഈ മാസം 16-ാം തീയതി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റ് നടക്കുന്നു. എല്ലാവരും പരമാവധി പേര് പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന
ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതി ചിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതിക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയർക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. ശ്രീഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 441 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ട്. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിനു വേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. എന്തെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയ ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. പഠനക്കളരി അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷനും ക്ലാസുകളും, സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും, ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും, സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 26/10/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന
176ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് സ്വിമ്മിംഗ് ഗ്രൂപ്പ്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ. പ്രാർത്ഥന കുമാരി CB പത്തനംതിട്ട. സ്വാഗതം കുമാരി ഷാലി വെങ്ങിണിശ്ശേരി. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. മീറ്റിംഗിൽ അധ്യക്ഷനെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. ഉദ്ഘാടനം ചെയ്തത് ബാംഗ്ലൂർ ധർമ്മരാം കോളേജിലെ CMI സെമിനാറിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന തൃശൂർ ദേവമാതാ ഭവൻസിലെ ഫാദർ ജോ ഭവൻ അറക്കപ്പറമ്പിൽ CMI അച്ഛനായിരുന്നു. ലിജോ അച്ഛനാണ് എന്നെ വിളിച്ചത്. നിങ്ങൾ പരിധികളില്ലാത്ത മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ചെയ്യാനുള്ളത് ചെയ്തു തീർക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുന്നു, പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കുന്നു. ദർശനയ്ക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മധുരതരമാണ്. സോളമൻ ഓരോ മക്കളെയും കൂട്ടിക്കൊണ്ട് വന്ന് സമൂഹത്തിൽ ഉയർത്തി നിർത്തുന്നു. എന്നെ വിളിച്ചതിനും വിശിഷ്ട വിദ്യകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി എത്തിയത് മദ്രാസ് വെറ്റിനറി കോളേജ് BVSSCA AHDയിൽ സീനിയർ വെറ്റിനറി സർജനായി വിരമിച്ച ഡോക്ടർ ലീന മാഡമായിരുന്നു. റഹ്മാൻ വഴിയാണ് ഞാൻ ഇതിലെത്തിയത്. പലതരം കോഴികളെ പറ്റി പറയുകയും അവയുടെ പരിപാലനവും വളർത്തലും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ പറ്റിയും വളരെ വിശദമായി പറഞ്ഞു തന്നു. പിന്നെ സംശയങ്ങൾ ചോദിച്ചു. ശരിയായി മനസ്സിലാകുന്ന മറുപടിയും പറഞ്ഞു തന്നു. എന്നെ വിളിച്ചത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് ഇൻഡാക്ക് ഭിന്നശേഷി സംഘടനയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, ചാരിറ്റി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ശ്രീ അബ്ദുൾ റസാഖ് മാളിയേക്കൽ അവർകളായിരുന്നു. ആദ്യമായാണ് ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ശുദ്ധവും വ്യക്തവുമായ ഒരു നല്ല പരിപാടി, കൃത്യനിഷ്ഠ, സമയത്തിന്റെ കാര്യത്തിൽ. പിന്നെ റിപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റി വായിച്ചു കേട്ടപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ല എന്ന് തോന്നി. സോളമച്ചനെയും കൂടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അഭിനന്ദിക്കുന്നു. ഇതിലും മികച്ചതായി നന്ദിതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യോഗ അവസാനം നന്ദി പറഞ്ഞത് PRO പിയൂസ് കോട്ടപ്പുറം. ഈ റിപ്പോർട്ട് യോഗ സംരക്ഷണം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ എത്തിയിട്ടുള്ള ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശനയുടെ മക്കളുടെ അത്താണിയും അഭിമാനവുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യോഗത്തിന് മുമ്പായിട്ട് തന്നെ നമ്മള് ജോയ് സാറെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയും ചെയ്തിട്ടുണ്ടാകാം. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ജോയ് സാറിനെ. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ബീനച്ചേച്ചിയിലൂടെയാണ്, പഴയ സെക്രട്ടറി ആയിരുന്ന ബീനച്ചേച്ചിയിലൂടെയാണ് ജോയ് ഫ്രാൻസിസ് സാറ് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. ജനറൽ ബോഡി അംഗവും ഗവേണിംഗ് ബോഡി അംഗവും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ഇൻചാർജുമായ ജോയ് ഫ്രാൻസിസ് സാറ് പോകുന്നതിന് മുമ്പായിട്ട്, ഹോസ്പിറ്റൽ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടും വളരെ സന്തോഷത്തോടും കൂടി നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി പറയുകയും വീട്ടുകാരോടൊപ്പം അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനായിട്ടിടയായി, പ്രാർത്ഥിക്കാനായിട്ടിടയായി. ഭാര്യയെയും അതുപോലെ തന്നെ 2 ആൺമക്കളെയും ഞാൻ കണ്ടു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പിനെ പറ്റി സംസാരിച്ചു. അപ്പച്ചൻ എല്ലാ ദിവസവും ഈ ഗ്രൂപ്പിനെ പറ്റി ഭവനത്തില് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നോട്. അപ്പൊ തീർച്ചയായിട്ടും വളരെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന, ദർശനീയെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന, ഗ്ലോറിയ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളെയും കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജോയ് സാറ്. നമ്മുടെ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ബോഡിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇതുപോലെ ഈ ലോകം വിട്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതും ഇന്നേ ദിവസം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നവംബർ 2 എല്ലാ സകല ആത്മാക്കളെയും ഓർക്കുന്ന ദിവസമാണ്. മരിച്ചുപോയ എല്ലാ വ്യക്തികളെയും ഓർക്കുന്ന ദിനമാണെന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ദേഹാന്ത ശുശ്രൂഷകളെല്ലാം നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഒരു ദിവസം നമുക്കുണ്ട്. നമ്മളിൽ ഒരുവൻ നമുക്ക് വേണ്ടി മുന്നേ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നൊക്കെ ഒത്തിരിയേറെ വ്യക്തികൾ, നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ ബന്ധുമിത്രാദികളായിരിക്കാം, ഒത്തിരിയേറെ വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ അവരൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ്, അവരുടെ നല്ല കാഴ്ചപ്പാടും നല്ല സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ ഒരു മാതൃകയാണ് അങ്ങനെയൊക്കെ ഓർക്കുക എന്നുള്ളത് തന്നെ. നമ്മൾ ഒരു നാളും പോകും. അപ്പൊ തീർച്ചയായിട്ടും
മറ്റുള്ളവർ നമ്മെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ അവർക്ക് എന്തുമാത്രം ഇഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു പ്രവർത്തികളാണ്, സംസാരങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മെ ഓർക്കാനും നമ്മെ പറ്റി ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. യേശു ഒരു വാക്ക് പറയുന്നുണ്ട്, നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തില് ഒരു സെന്റൻസ് പറയുന്നത്, അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് പറയുക. അവരുടെ മരണത്തെ പറ്റി, ലാസറിന്റെ മരണത്തെ പറ്റി പറയുമ്പോഴാണ് മർത്തായുടെ ആയിട്ടുള്ള ഒരു സംസാരത്തിലാണ് പറയുന്നത്, അങ്ങനെ ജീവിക്കുകയും, എങ്ങനെ നന്മ ചെയ്ത് ജീവിക്കാനായിട്ട്, യേശുവിനെ പോലെ നന്മ ചെയ്ത് ജീവിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നന്മ ചെയ്ത് ജീവിക്കുന്നവരെല്ലാവരും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന വ്യക്തികളാണെന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോ നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലേക്ക്. മറ്റുള്ളവരുടെ ജീവിതത്തെ ഹനിക്കാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തെറ്റായ രീതിയിൽ കാണാനോ ഒന്നും വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളൊക്കെ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്, യേശു തന്നെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ ചെറിയ ഒരുവനെ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. നന്മ ചെയ്യാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മതം നോക്കിയല്ല നന്മ ചെയ്യേണ്ടത്, മനുഷ്യനെ നോക്കി നന്മ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ദർശനം എല്ലായ്പ്പോഴും മതം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനേക്കാൾ അപ്പുറത്ത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടുവാനായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് എന്നും അങ്ങനെ തന്നെ ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അതുപോലെ യേശുവിനെ പോലെ തന്നെ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് ജാതി മതഭേദമന്യേ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അമ്മയായിരിക്കാം ഒരു വലിയൊരു മാതൃകയായിട്ട് ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് മുന്നോട്ട് പ്രേരണയാണ്, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഉത്തേജനമാണെന്നുള്ളതാണ്. അപ്പൊ അമ്മയായിരിക്കാം, മറ്റ് ദൈവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മനുഷ്യരായിരിക്കാം, ഗാന്ധിജിയെ പോലെയുള്ള നല്ല വ്യക്തിത്വങ്ങളായിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ ഓർക്കുന്നു. നമുക്കതിനായിട്ട് നമ്മളും നന്മ ചെയ്ത് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറെ സ്നേഹത്തോടെ ഇന്ന് നമ്മോട് കൂടെ എത്തിയിരിക്കുന്നത് കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സെന്റ് ജോസഫ് കോൺവെന്റ് കല്ലൂരിലെ റവറൻഡ് സിസ്റ്റർ നിവേദ്യ CSC സിസ്റ്ററിനെ ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സിസ്റ്ററിന്റെ വിലയേറിയ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ ഒരു സംഘടനയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ്, കുറച്ച് നാളുകളായിട്ട് അറിയാനായിട്ട് ഇടയായി. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള 1-2 പേര് ഈ സംഘടനയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നത്. അവർ വഴിയാണ് ഇതിന്റെ സംഘടനയെ കുറിച്ച് എനിക്ക് അറിയാനായിട്ട് ഇടയായത്. ഈ പ്രവർത്തനത്തെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കുറെ വർഷങ്ങൾക്ക് മുൻപ് വരെ എന്തെങ്കിലും കുറവുള്ളവര്, അതായത് ശാരീരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ കുറവുള്ളവര് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരു പ്രവണതയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കുറവുകളൊന്നും കുറവുകളല്ല, അത് നിറവുകളാണ് എന്ന് മനസ്സിലാക്കി അവർ തങ്ങളാലാവും വിധം, അതിനേക്കാൾ ഉപരിയായി ഒരുപാട് നന്മ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതം വഴി മറ്റുള്ള മനുഷ്യർക്ക് നൽകുന്നുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് പ്രത്യാശ, അതുപോലെ ജീവിതത്തിലുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ജീവിതം വഴി നൽകുന്നുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് നല്ലിടയനായ ഈശോയാണ്. നല്ലിടയനായ ഈശോയുടെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്. ആ കുഞ്ഞാടിനെ ഈശോയുടെ നെഞ്ചോട് ചേർത്തിരിക്കാനായിട്ട് ഇടവന്നത് അവന് കുഞ്ഞു കുഞ്ഞു കുറവുകൾ കാരണമാണ് ഈശോയുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത്. അതുപോലെ ഈ ചെറിയ കുറവുകള് അത് വളരെ ചെറുതാണ്. ആ കുറവുകളൊന്നും അത് കുറവുകളല്ല, അത് ഈശോയുടെ നെഞ്ചോട് ചേർത്തിരിക്കാനുള്ള അവസരങ്ങളാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ ഒരു കുളത്തിൽ നിന്ന് 2 കുടങ്ങളിലെ വെള്ളം ശേഖരിച്ചുകൊണ്ട് കൃഷിസ്ഥലം നനയ്ക്കുമായിരുന്നു. ഒരു കുടം ചെറുതായി ചിന്നിയിരുന്നു, മറ്റേ കുടം കുഴപ്പമില്ലാത്ത കുടമായിരുന്നു. അപ്പൊ ദിവസവും ഇയാൾ വെള്ളം സ്ഥലത്ത് കൊടുന്നൊഴിക്കും.
ഒരു കുറവുമില്ലാത്ത ആ കുടം ചിന്നിയ കുടത്തിനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് എന്താ ഉപകാരം? പകുതി വെള്ളം പോലും കൃഷിസ്ഥലത്ത് എത്തുന്നില്ല, പകുതി വെള്ളം പോയിക്കൊണ്ടിരിക്കണം വഴിയില്. അപ്പൊ ഈ കുടത്തിന് ഭയങ്കര സങ്കടമായി. അത് ആ കൃഷിക്കാരനോട് പറഞ്ഞു, നിങ്ങള് എന്നെ ഉപേക്ഷിച്ചോളൂ, ഞാൻ കൊണ്ടുവരുന്ന വെള്ളം പകുതി വെള്ളം മാത്രമേ കൃഷിസ്ഥലത്ത് എത്തുന്നുള്ളൂ, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചോളൂ. അപ്പൊ ആ കൃഷിക്കാരൻ ആ കുടത്തിനോട് പറഞ്ഞു, ചിന്നിയ കുടത്തിനോട്, നീ വരുന്ന വഴികളിലേക്ക് നോക്കൂ. ആ വഴികളില് ആ ചിന്നിയ കുടത്തിൽ നിന്ന് വെള്ളം വീണ് പച്ചപ്പും ചെറിയ ചെറിയ പൂക്കളുമായി വളരെ ഭംഗിയുള്ളായിരിക്കുകയാണ്. മറ്റേ സ്ഥലം വെറുതെ തരിശായി കിടക്കുകയാണ്. അപ്പോ ഈ ചിന്നിയ കുടത്തിന് വളരെ സന്തോഷമായി, കാരണം തന്റെ ജീവിതം കൊണ്ട് ഒരുപാട് നന്മ ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തങ്ങളുടെ ജീവിതം വഴിയായി ഒരുപാട് മനുഷ്യർക്ക് നന്മ ചെയ്യാനായിട്ട് നിങ്ങൾ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്നലെ സകല വിസ്തരുടെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പൊ ചെറിയ ചെറിയ നന്മ പ്രവൃത്തികൾ വഴി, നല്ല പ്രവൃത്തികളിലും ചെറിയതല്ല, വളരെ വലിയ നന്മ പ്രവൃത്തികൾ വഴി വലിയ വിശുദ്ധരാകാൻ ദൈവം ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമയത്ത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സിസ്റ്റർ ഇത്ര നേരം ഞങ്ങളോട് ഒത്തുചേർന്നതിന് നന്ദി പറയുന്നു. സിസ്റ്ററോട് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ഏറെ പ്രത്യേകതകളുള്ള വ്യക്തിയാണ്. സാധാരണ പോലീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ സാർ അങ്ങനെയല്ല. തന്റെ ജോലി തിരക്കിനിടയിലും കിട്ടുന്ന സമയം വിഭിന്നമായ ശേഷിയുള്ളവരുടെ കൂടെ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നു, അതിനായി പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ റിസർച്ച് ബറ്റാലിയൻ കേരള പോലീസ് രാമപുരത്തുള്ള ശ്രീ ജയശങ്കർ KB സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ബഹുമാനപ്പെട്ട ദർശന ക്ലബ്ബ് ഭാരവാഹികളെ, അതുപോലെ തന്നെ ഉള്ള നമ്മുടെ വിശിഷ്ടാതികളെ, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ, ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ വളരെയധികം ഞാൻ സന്തോഷപ്പെട്ടിരിക്കുകയാണ്. ഇനി മുതൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ഈ ദർശന ക്ലബിന് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. പിന്നെ ഈ മാഡം എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയല്ലായിരുന്നു. ഈ ജോലി തിരക്കും അറിയാമല്ലോ, പോലീസിന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മക്കളും കുടുംബവും വിട്ടിട്ടുള്ള ഒരു ജീവിതമാണ്. തുറന്നു പറയാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, ഒരുപാടുണ്ട് പറയാൻ. പുറമെ നിന്നുള്ള ആ കാക്കിയുടെ ഒരു പേടിയാണ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഞങ്ങളും മനുഷ്യരാണ്. നിങ്ങളെ പോലെ തന്നെ എല്ലാ സുഖദുഃഖങ്ങളും ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിനുപരി ഞങ്ങൾക്കൊരു ചട്ടക്കൂട് ഉണ്ടെന്ന് മാത്രം. ആ ചട്ടക്കൂട് നമ്മൾ ഗവൺമെന്റ് ശമ്പളം മേടിക്കുന്ന എംപ്ലോയീസ് ആയതിന്റെ പേരിൽ അതിനൊരു ചട്ടക്കൂടുണ്ട്. ഈ കാക്കി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാതും ഉള്ളത്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് വീട്ടിൽ മക്കളെ കാണുവാനോ കുട്ടികളെ കാണുവാനോ ഈ ഭാര്യയെ കാണുവാനോ വലിയ വലിയ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഓണം, വിഷു, ക്രിസ്മസ് എല്ലാവരും പടക്കംപെട്ടി ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മള് ഇവിടെ എല്ലാവരും പറഞ്ഞില്ല, ആ സമയത്ത് ഡ്യൂട്ടി എടുത്തിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ പ്രോഗ്രാമിനായി ക്രിസ്ത്യൻസ് ആ ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. മുസ്ലിംസ് ആണ് അങ്ങനെ. എന്നിരുന്നാലും 24 മണിക്കൂർ ഡ്യൂട്ടിയാണ് ഒരു പോലീസിന്റെ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഞാൻ ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിൽ ഇപ്പോൾ വളരെ അധികം സന്തോഷവാനാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ പെപ്പിൻ ജോർജ്, ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് ഡാൻസും ഇതൊക്കെ കളിച്ചിരുന്നതാണ്. എൻ്റെ വീട് രാമവർമ്മത്താണ്, പാടുകാടാണ് വീട്. പക്ഷെ അദ്ദേഹം ഒരു പൂമ്പാറ്റ എന്നുള്ള ഒരു കൂട്ടായ്മ തുടങ്ങി, ഡ്രൈവിംഗ് സ്കൂള് തുടങ്ങി. അതുപോലെ തന്നെ ഒരു ഓഡിയോ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഓക്കെ പൂമ്പാറ്റ എന്നുള്ളൊരു ഇത് ഭിന്നശേഷിക്കാരുടെ ഒരു പ്രോഗ്രാമൊക്കെ നടത്താൻ കഴിഞ്ഞു. അതിലൂടെയാണ് എനിക്ക്
ഈ ലീന മാഡത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇനിയുള്ള കാലം മുതൽ എൻ്റെ എല്ലാ വക സഹകരണങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയതല്ല ജീവിതം എന്ന് തെളിയിക്കുന്ന കുറെ വ്യക്തിത്വങ്ങളുണ്ട്, അറിയാലോ. അപ്പൊ ഇനിയും ഈ 4 ചുവരുകളെല്ലാം ഞങ്ങളുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂട്ടായ്മ, ഈ സംഘടനാ കൂട്ടായ്മ എല്ലാ മുക്കിലും മൂലയിലും എവിടെയാണ് തളർന്നു കിടക്കണവരായിക്കോട്ടെ, അവർക്ക് കാണാൻ ശക്തി ദൈവം കൊടുത്താൽ മതി. കാണാനും കേൾക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും ചെന്ന് പ്രോഗ്രാം ചെയ്യും, അവർക്ക് സന്തോഷപ്പെടുത്താൻ. അതിന് എനിക്ക് ഒഴിവുള്ള സമയങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. വലിയ പാട്ടുകാരനൊന്നല്ല കേട്ടോ, ദൈവം സഹിച്ചിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പാടിപ്പോണെന്നുള്ളതാ. വലിയ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഗ്യാരണ്ടി പറയുന്നു, തളർന്ന് കിടന്ന വ്യക്തികളുടെ അവർക്കൊരു സന്തോഷം നമ്മളിവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഏത് പ്രവർത്തനം എന്റെ കൂടെ, ഞാനും എന്റെ ഫാമിലി ഇട്ടോ, ഞാൻ മാത്രമല്ല, അറിയാലോ അന്ന് ആ പ്രോഗ്രാമിന് വന്ന് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ എന്റെ മക്കളും ഭയങ്കര ഹാപ്പി, എന്നെ പോലെ തന്നെ. അപ്പൊ ഞങ്ങളുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 2 ആളും ജോലിക്കാരാണ്, 2 മക്കൾ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്നു. എന്നിരുന്നാലും ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും വേസ്റ്റ് ആക്കാറില്ല. എല്ലാ ഞായറാഴ്ചകളും എല്ലാ അങ്ങനെയുള്ള പ്രോഗ്രാം ഈ മുടക്കൂത്തുകളും ഞങ്ങൾ പരമാവധി എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വരിക. ആർക്കും ദൈവം എന്താ പറയാ ഒന്നും നഷ്ടപ്പെടുത്തില്ല, എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ ഇതില് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പല രൂപത്തിൽ കൂടിയാണ്. ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ കുറവിന് ഉപരി വേറെ കഴിവുണ്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഈ കളർ വെച്ചിട്ട് ആലോചിച്ചൊക്കെ, എന്റെ ഈ കളർ ഈ നാവും വെച്ചിട്ടാണ് ഞാൻ ഈ ജോലിയിൽ പിടിച്ചത് എന്നാലോചിക്ക. അപ്പോ അങ്ങനെ ഇപ്പൊ ഞാന് കണ്ടിടത്തോളം ഇപ്പൊ ഒരുപാട് പേര് വീൽ ചെയർ ആയിട്ടുള്ള ഇപ്പൊ ഒരുപാട് പേരുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുനടത്താൻ പറ്റിയത് ഇപ്പൊ നമുക്ക് ഈ വീടുകളിൽ കയറിയിട്ട് ഈ പ്രവർത്തിക്കുന്നതിന് പരിമിതി കാര്യങ്ങളൊക്കെ അറിയാലോ. അതിന് ഒരുപാട് നമ്മളെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഒരുപാട് സഹായങ്ങളുണ്ട്, എനിക്കറിയാം നല്ല ബുദ്ധിമുട്ട്. അവരിലൂടെയൊക്കെ വീടിന്റെ ഉള്ളിൽ കിടക്കുന്നത്. പിന്നെ കുറെ പേരുണ്ട്, എന്റെ മക്കൾ ഇങ്ങനെയാണ്, എന്റെ മക്കളെ സമൂഹത്തിൽ ഇറക്കിപ്പെട്ട അതാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു 80% അല്ലല്ലേ വെച്ചാൽ അങ്ങനെയല്ലേ. എന്റെ മക്കള് ഇന്ന അത് വേറെ ഒന്നും ഉണ്ടല്ല, അവരുടെ പാരന്റ്സ് അവരുടെ സ്വന്തക്കാരൊക്കെ തന്നെ അവരെ ഒരു അതിന്റെ മുകളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. തന്നെ ഈ ഏറ്റവും കൂടുതൽ അങ്ങനെ സംഘടന ഉള്ളത് ആരാന്ന് വെച്ചാൽ ഈ വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ടല്ലോ. വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിക്കൂടുന്നത് ജോലിക്കാരല്ല, എംപ്ലോയീസോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരോ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലെ ഇടപഴകി ജീവിക്കുന്നവരല്ല. ഈ വീട്ടിൽ ഒതുങ്ങിയുള്ള ഈ ഉൾനാടൻ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരിങ്ങനെ ചായലക്കാര് കളിയാക്കോ, സ്വന്തക്കാര് ഇങ്ങനെ അവരെ തഴഞ്ഞിരുത്തിക്കണോ, പിന്നെ നീ എന്തിനാണ് ഈ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം അങ്ങനെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാലോ ലീനേച്ചേ, സ്വന്തം മകനെ നമുക്ക് നല്ല പാട്ട് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള അവരെ ഫാമിലി, ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ തിരുവനന്തപുരത്തെ വീടൊക്കെ വെച്ച് ഇവിടെ വാടകയ്ക്ക് താമസിച്ചത്. അപ്പൊ ആ കുട്ടിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇപ്പൊ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഇപ്പൊ ഡോക്ടറേറ്റ് അടുത്തെടുത്തു. അപ്പൊ ഒന്ന് ആലോചിക്കുക, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവനെ സംസാരിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു കഴിവില്ലെങ്കിലും അവൻ ഇപ്പൊ നല്ല നിലയിലെത്തി ഇല്ലേ, ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര പേരെ കാണണം. അപ്പൊ അതുപോലെ തന്നെ കാണിക്കാനായിട്ട് ഇവർക്കൊക്കെ ഒരു അവസരം, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദിയായിട്ട് ദർശന ക്ലബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട്. ദർശന ക്ലബിലും അങ്ങനെയാണ്, പല പല മേഖലകളിൽ പല പല കാറ്റഗറികളിലാണ് ഈ മത്സരങ്ങളൊക്കെ നടത്തി എല്ലാവരും അവരവരെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അത് ഇവര് ഉപയോഗിക്കണം. ഇവര് നല്ലപോലെ വിനിയോഗിക്കാവുന്ന രീതിയിലുള്ള എഴുത്തായിക്കോട്ടെ. ഇപ്പൊ നമുക്ക് നടക്കാൻ പറ്റുന്ന എഴുതണമെന്നില്ലേ, എത്രയോ പേര് എഴുത്തുകാരുണ്ട്. അപ്പൊ അവർക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ ദർശന ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്താ ഇനിയിപ്പോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ചേരോട് നിൽക്കാമല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അല്ല ഇത്ര നേരം ഞങ്ങളോട് വന്ന് സാറ് സംസാരിച്ചപ്പോ തന്നെ ഇപ്പൊ ഒരു പോലീസുകാരെ കാണുമ്പോ ഉണ്ടാവുന്ന ആ ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കുറഞ്ഞുണ്ടാവും. അവര് വിളിച്ചോട്ടെ, എന്റെ നമ്പർ കൊടുത്തോ, എന്റെ നമ്പർ കൊടുത്തോ, ആർക്കാ പേടിയുള്ള ഞാൻ സംസാരിക്കാം. പിന്നെ കളറിലൊന്നല്ല ഒരാളുടെ ഇതിരിക്കണത്, നമ്മളുടെ വ്യക്തിത്വത്തില് നമ്മളുടെ മനസ്സാണ് ഏറ്റവും വലിയ കളറായിട്ട്. മറ്റുള്ളവരോട് എങ്ങനെ കുറെ കളറുണ്ട്, മറ്റുള്ളവരോട് മോശമായി പെരുമാറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇനി തുടർന്ന് ഇങ്ങനെയുള്ളവരുടെ ഒക്കെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതിനുള്ള മനസ്സ് കൂടുതൽ ഫാമിലിക്കും സാറിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെയും എപ്പോഴൊക്കെങ്കിലും ഒക്കെ ഓർക്കുക കേട്ടോ. അങ്ങനെ പറയരുതോ, എപ്പോഴെങ്കിലും അല്ല, എപ്പോഴും ഉണ്ട്. ഞാൻ ഓൺലൈനിൽ എപ്പോഴും ഉണ്ട്. ഓക്കെ താങ്ക് യു. അപ്പൊ ഞങ്ങളോടൊപ്പം ഇത്ര നേരം വന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു. ശരി. അപ്പൊ എല്ലാ സഹോദരന്മാരോടും എല്ലാവർക്കും എല്ലാ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശരി.
താങ്ക് യു. അടുത്തത് വിശിഷ്ട അതിഥിയായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് അഞ്ജലി മനോജ്. ഏറ്റവും പ്രായം കുറഞ്ഞ JCI പ്രസിഡന്റ് ആണ്. യുവജന സംഘടനയുടെ തൃപ്രയാർ പ്രസിഡന്റ്. എനിക്ക് ഒരു എഴുത്തുകാരിക്കുള്ള സമ്മാനം പങ്കിടുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ അഞ്ജലിയെ പരിചയപ്പെടുന്നത്. അന്ന് പൊന്നാട അണിയിച്ച് അഞ്ജലിയെ ആദരിച്ചിരുന്നു. JCIയുടെ പ്രസിഡന്റായ അഞ്ജലി മനോജിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു ലീന ചേച്ചി ഫോർ ദ ബ്യൂട്ടിഫുൾ വെൽക്കം. ദർശന ക്ലബിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവുന്നത്. ദൈവത്തിന്റെ എന്താ പറയാ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങളോടൊപ്പമുള്ള ഈ ഒരു സമയം എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. ഇങ്ങനൊരു ക്ലബ് ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ എല്ലാവർക്കും. എനിക്കറിയാം ഒരുപാട് പേരാണ് ഈ ക്ലബിലൂടെ അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി മുന്നോട്ട് വന്നിട്ടുള്ളത്. ലീന ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യ കാഴ്ചയിൽ തന്നെ ദർശന ക്ലബിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പം അതിൽ വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെ. അങ്ങനെ ഓരോ പ്രത്യേകതകളോട് കൂടിയാണ് നാം ഓരോരുത്തരും ജനിക്കുന്നത്. അതിപ്പം പാടാനുള്ള കഴിവാകാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള കഴിവാകാം, ചിത്രം വരയ്ക്കാനും അല്ലെങ്കിൽ നന്നായി സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെ പല കഴിവുകളും ആവാം. അപ്പൊ നമ്മുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയം. ആ ജീവിത വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വലിയ അവസരമാണ് ദർശന ക്ലബ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഒരു യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ ഞാൻ അത് മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ലബ്ബ് വളരെയധികം നന്മയാണ് ഇങ്ങനെ പലർക്കും ഒരുപാട് പേർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ അവസരങ്ങളും മാക്സിമം ഉപയോഗപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഇതിലൂടെ കൈവരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ സ്നേഹ സംഗമം തന്നെ എടുക്കാം. അതിലിപ്പോ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ പ്രയർ, അവതരണം, സ്വാഗതം, അങ്ങനെ. അപ്പൊ ഇതുവരെ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഒന്നും ഒട്ടും മിസ്സാക്കാതെ നോക്കണം. അങ്ങനെ ദർശന ക്ലബ് ഓരോ ആഴ്ചയിലും ഇങ്ങനത്തെ അവസരങ്ങൾ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസും അങ്ങനെ എല്ലാ ചാൻസും നമ്മൾ പരമാവധി അതിലോട്ടൊക്കെ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക, മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറെ പേരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അതിശയാണ് നിങ്ങളെല്ലാം കാണുമ്പോൾ. എന്തോരം കഴിവുകളാ എല്ലാവർക്കും അല്ലേ. അപ്പൊ കീപ് ഗോയിങ്. ദർശനയിലെ എല്ലാവർക്കും എന്റെ സ്നേഹവും പിന്തുണയും ഞാൻ നേരാണ്. ഇനിയും ഈ യാത്ര വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നന്മയും സന്തോഷവും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അഞ്ജലിക്കുട്ടി, അതായത് നിങ്ങളൊക്കെയാണ് ഇനി ഞങ്ങളെ പോലുള്ളവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടവര്. കാരണം ചെറുപ്പക്കാര് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഒരു ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലർക്കും അങ്ങനത്തെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങള് അഞ്ജലിക്കുട്ടിക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഒരു അനിയത്തിനെ പോലെ തന്നെയാണ് ഞാൻ അഞ്ജലിക്കുട്ടീനെ കാണുന്നത്. അഞ്ജലി പറഞ്ഞു ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നു. അപ്പൊ അതേപോലെ തന്നെ. അപ്പൊ ഇനിയും ഒരുപാട് നന്മകളും ഒരു ഉയരത്തിലെത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ വന്ന് ഇത്ര നേരം സംസാരിച്ചതിനും ഞങ്ങളോടൊപ്പം ചേർന്നതിനും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു എവ്രിവൺ. താങ്ക് യു. അടുത്തതായി ആശംസ പറയാൻ എത്തിയിരിക്കുന്നത് വെങ്ങിനിശ്ശേരി 4ാം വാർഡ് മെമ്പറായ ശ്രീമതി സിബി സുരേഷ് ആണ്. മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്ന മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എനിക്ക് എന്താ പറയാന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ദർശന ക്ലബിനെ കുറിച്ച് ഇന്നിപ്പോ ഈ ഗൂഗിൾ മീറ്റിലൂടെ ആദ്യം സ്വാഗത പ്രസംഗത്തിലൂടെ കേട്ടത്, മനസ്സിലാക്കിയത്.
നേരത്തെ അഞ്ജലി പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. കായികമായാലും മറ്റെല്ലാ മേഖലയിലായാലും ഒക്കെ ഇത് ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10-16 വർഷമായി രാഷ്ട്രീയത്തിൽ വരുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ വരുമ്പോൾ ഒരുപാട് ഇതേപോലെ ഉള്ള ആളുകളായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ കുറച്ചാണെങ്കിലും എന്തൊക്കെയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു തൃപ്തിയുണ്ട്. പക്ഷെ ഈ ക്ലബിലൂടെ നിങ്ങൾ പരസ്പരം എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ കുറെ വ്യത്യസ്തമായ കഴിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് നിങ്ങളിലൂടെ എത്തിയാലാണ് നിങ്ങളുടേതായ ആവശ്യങ്ങളും കാര്യങ്ങളും എന്താ പറയാ സംയോജിപ്പിച്ച് എന്തെങ്കിലും കാര്യങ്ങള് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഇവിടെ പാർലത്താണെങ്കിൽ ഇവിടെ ഒരു എന്റെ ഇടയിൽ കോള് വരുന്നു, സോറി. ഇവിടെ ഒരു അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവര് നമ്മളെ പരിപാടികളിലും കാര്യങ്ങളിലും ഒക്കെ വിളിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്, കേൾക്കാം, പറഞ്ഞു. കോള് കയറുന്നുണ്ട്, അത് കാരണം നമ്മളപ്പോ ആ പരിപാടികളിലൂടെ മാത്രമാണ് ഇവരിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോ പാർലത്താണെങ്കിൽ ഒരു അഡാപ്റ്റ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് പ്രൈവറ്റ് ആയിട്ട്. അവിടെ നമ്മുടെ കുട്ടികൾ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മളോട് പറയും. അപ്പൊ നമ്മളുടേതായ അതായത് പഞ്ചായത്ത് തലത്തിലോ ത്രിതല സംവിധാനത്തിലൂടെയോ പറ്റാറില്ല. പ്രൈവറ്റ് ആയിട്ട് ജനങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാറുണ്ട്. എന്നിരുന്നാൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ഇപ്പൊ ഷാലി എന്റെ വാർഡിലുള്ള ആളാണ്. അവർക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങള് നമുക്ക് പഞ്ചായത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടേതായ ആവശ്യങ്ങള് കൂട്ടായ്മയോടുകൂടി നമ്മൾക്കൊരു ഒരു അറിവ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പോ ഞാൻ കഴിഞ്ഞ ടൈമിൽ അതായത് 2010-11 കാലഘട്ടത്തിൽ ഉണ്ടായ സമയത്താണ് മുച്ചക്രവാഹനത്തിന്റെ ഒരു ഇത് വന്നപ്പോ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും നല്ല ആക്റ്റീവാണെന്ന് തോന്നുന്നു. കുറച്ചുപേരെയൊക്കെ സ്ക്രീനിൽ കണ്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇതേപോലെയുള്ള പുറത്തേക്ക് ഇറങ്ങുന്ന സമൂഹത്തില് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു കൂട്ടായ്മയിലുള്ളത്. അപ്പോ ഞങ്ങളെ പോലുള്ള എല്ലാവരും അങ്ങനെയല്ല, കുറെ പേര് കിടപ്പ് രോഗികളൊക്കെയാണ്. എല്ലാവരും അങ്ങനെയല്ല, പുറത്തേക്ക് പോവാൻ പറ്റാത്തവരും ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും എങ്ങനെ സംയോജിച്ച് കൊണ്ടുപോകണേന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും സന്തോഷം തോന്നി. അതായത് നമുക്ക് കുറെ ഗ്രൂപ്പുകളുണ്ട്. അതായത് ഓരോ പ്രയർ ഗ്രൂപ്പ്, ഇപ്പൊ അവിടെ വായിച്ചില്ലേ പല പല ഗ്രൂപ്പുകള്. അതിലേക്കൊക്കെ അവരെ ആഡ് ചെയ്ത് അവർക്ക് ഒരു ഇൻചാർജ് ഉണ്ടായിരിക്കും, ലീഡേഴ്സ് ഉണ്ടായിരിക്കും. അവരൊക്കെ കൂടിയിട്ടാണ് ഓരോ ആക്ടിവിറ്റി അവരെ കൊണ്ട് വീട്ടിലിരുന്നിട്ട് തന്നെ ഫോണിലൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചാ കുറച്ചുപേര് നല്ല ആക്റ്റീവ്, കുറച്ചുപേര് ആക്റ്റീവ് അല്ല. അപ്പൊ അവർക്കും എല്ലാവരിലേക്ക് എത്താൻ കഴിയുന്നുണ്ടല്ലോ. ഈ ഒരു കൂട്ടായ്മ സന്തോഷം നൽകുന്നതാണ്. ഇതെല്ലാവരും മുന്നോട്ട് സഹകരിച്ചു പോവുക. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് വേണ്ടത് ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ശാലി വഴി എങ്ങനെയെന്ന് വെച്ച് അറിയിച്ചു കഴിഞ്ഞാൽ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. മേഡം, അതായത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മുച്ചക്ര വാഹനം കൊടുക്കാൻ ഫണ്ടില്ല എന്ന് പറയൂല്ലോ. പക്ഷെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പൊ വാഹനങ്ങൾ കൊടുക്കുന്നത്, മുച്ചക്ര വാഹനം കൊടുക്കുന്നത്. അപ്പൊ ഞാനപ്പൊ പലരും എന്നെ വിളിച്ചു ചോദിക്കും, ഇവിടെ പല പഞ്ചായത്തുകളിലും ഫണ്ടില്ല എന്ന് പറയുന്ന കാരണം കൊണ്ടാണ്. അപ്പൊ 8 വർഷം വരെ ആ പഞ്ചായത്തിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാം. അപ്പൊ അവരാരെ പഞ്ചായത്തിൽ നിന്ന് അത് വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ലെറ്റർ മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ആരെങ്കിലും ചോദിച്ചു വരും, ഞങ്ങക്ക് വണ്ടി ആവശ്യമുണ്ടെന്ന് ചോദിച്ചു വരുമ്പോ ഇവിടെ ഫണ്ടില്ല എന്ന് പറയുമ്പോ അവര് മടങ്ങി പോണ്. അയ്യോ ഫണ്ട് വരും ഇവിടെ ഇല്ലാന്ന്. പക്ഷെ
നമ്മുടെ പഞ്ചായത്തിൽ ഫണ്ട് ഇല്ലെങ്കിലും നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഇവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ കിട്ടുന്നില്ല, ഇവിടെ അംഗമായാലേ ഇവിടുത്തെ ഇതിൽ അംഗം നമ്മള് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലേ നമുക്ക് അവിടെ കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എല്ലാ 8 വർഷം വരെ അതാത് പഞ്ചായത്തിൽ നിന്ന് വാഹനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും അപേക്ഷ വെക്കാം. അവരവരെ പഞ്ചായത്തുകാര് അതിനൊരു ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ലെറ്റർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പരമാവധി മാഡത്തിന് പറ്റുന്നവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്താ അങ്ങനെ കിട്ടാത്തവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ചെയ്യാം. അതായത് ആദ്യ കാലത്തൊക്കെ നമ്മൾ പഞ്ചായത്ത് ഗ്രാമസഭ വഴി അപേക്ഷ എടുത്ത് ആ അപേക്ഷയെന്ന് ജില്ലാ പഞ്ചായത്തിൽ കൊടുക്കലായിരുന്നു. ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളിലെ ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ പഞ്ചായത്ത് ഫണ്ട് വെക്കല് നിർത്തി. പക്ഷെ എന്നിരുന്നാലും പഞ്ചായത്തില് നമ്മള് ഗ്രാമസഭ വഴിയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർ വഴിയോ പഞ്ചായത്തില് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിന് ജില്ലാ പഞ്ചായത്തിൽ മുൻഗണന ഉണ്ടാവും. അതുപോലെ തന്നെ നേരിട്ട് ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അവര് നമ്മളോട് ചോദിക്കും, റിക്വസ്റ്റ് വരും, അവര് ഈ 8 വർഷത്തിനുള്ളിൽ അവിടെ നിന്ന് വല്ല ആനുകൂല്യം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളില്ല, അവർക്കത് കൊടുക്കാവുന്നതാണെന്നുള്ളൊരു കമ്മിറ്റി തീരുമാനം കൊടുത്തിട്ട് അവർക്കത് കൊടുക്കാറാണ് പതിവ്. ഇപ്പൊ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ കഴിഞ്ഞ വർഷം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തില്. എന്നിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വണ്ടി പഞ്ചായത്ത് ഉൾപ്പെടുത്തിയെങ്കിലും കൂടിയിട്ട് വണ്ടിയുടെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 20-ാം തീയതി ഈ ലിസ്റ്റ് അവസാനിക്കുന്ന ദിവസം 18-ാം തീയതി ഒരു കൂട്ടുകാരി ചെന്നിട്ടാണ് ഈ ഒരു ഇത് 20-ാം തീയതി അവസാനിപ്പിക്കുന്നു പറഞ്ഞിട്ട് പഞ്ചായത്ത് ഒരു ഇതിലും അവർക്ക് അറിവ് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങള് സ്വയമാണ്. അപ്പൊ ഞാൻ ഇത്തിരി അവരോട് ഇങ്ങനെ സംസാരിച്ച് ഈ തന്നിട്ടുള്ളത് എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇന്ന സ്ഥലത്ത് പോയിട്ട് പരാതി കൊടുക്കുന്നുള്ളത് കൊണ്ട് ചാടി പറഞ്ഞ് അവര് അന്ന് കൊണ്ടുകൊടുത്തു. പക്ഷെ എല്ലാവർക്കും അന്ന് അങ്ങനെ പറയാനോ അത് നേടിയെടുക്കാനോ ഒന്നും അറിവുണ്ടായിരിക്കില്ല. അപ്പൊ ഇതില് നമുക്ക് നമ്മുടെ പഞ്ചായത്തില് ഇപ്പൊ അംഗങ്ങൾക്ക് ഇപ്പൊ ഇതിലുള്ള അംഗങ്ങൾക്ക് എന്നെ അറിയില്ല. ഇപ്പൊ നമുക്ക് അവിടെ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ആ ഇത് നമുക്ക് പഞ്ചായത്തില് അവിടെ നമ്പർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും, എല്ലാവരും പഞ്ചായത്തിലുണ്ടാവും. നമുക്ക് കിട്ടാത്ത ഒരു വസ്തുവിനെ കുറിച്ചിട്ട് നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അത് ആർക്കും അറിയില്ല, ആരും പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഈ ഭിന്നശേഷി കമ്മീഷണർക്ക് ഞാനിപ്പോ അതും വിളിച്ചിരുന്നു. അപ്പൊ ആള് പറഞ്ഞു എന്ത് പരാതി ഉണ്ടെങ്കിലും നേരിട്ടിട്ട് ഭിന്നശേഷി കമ്മീഷണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിനെ വിളിച്ചവർ ചോദിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അത് അറിവുണ്ടെങ്കിൽ മാത്രമേ പലർക്കും അത് കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ അറിയുന്ന കാര്യങ്ങള് എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ മാഡത്തിന് അറിയുന്ന കാര്യങ്ങൾ മാഡം ഷെയർ ചെയ്യാം. ഇപ്പൊ എല്ലാവരും എല്ലാ പഞ്ചായത്തിലും അങ്ങനെയാണെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടുമായിരിക്കേ. ഇപ്പൊ പല കാര്യങ്ങളും അറിയുന്നില്ല, പല ആൾക്കാരും അറിയുന്നില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ പറയും ഫണ്ടുമില്ലാന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും എന്ന് തന്നെ പരിപ്പുവടയും ചായയും കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരും. ഇതിനൊരു മീറ്റിങ്ങും വെക്കും. ആ പരിപാടി നമ്മളെ കഷ്ടപ്പെട്ടിട്ടാണ് അവര് വീട്ടുകാരെ അവിടേക്ക് കൊണ്ടുപോകണത് തന്നെ. അതിന്റെ ഒരു ഗുണം കൂടി കാണിക്കാണ്ടാണ് എന്നും തിരിച്ചു വരുന്നത്. അപ്പൊ ചില പഞ്ചായത്തൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയണ. കുറെ പഞ്ചായത്തുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാഡത്തിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവരോട് പറഞ്ഞാല് അവര് വണ്ടിക്കൊക്കെ അപേക്ഷിച്ചോളൂ കേട്ടോ. പഞ്ചായത്തില് ഭിന്നശേഷിക്കാരൊക്കെ ആയിട്ട് ഉല്ലാസയാത്ര പോയിരുന്നു, ശാലിയവരൊക്കെ ആയിട്ട്. അതേപോലെ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പഞ്ചായത്തില് എല്ലാം ഓക്കെയാണ്. നമ്മൾക്ക് ഫണ്ടില്ലാത്തതിന്റെ ഒരു കുറവുണ്ട്, എന്നിരുന്നാലും കൂടി സഹകരിക്കുന്നുണ്ട്. ഞാൻ അധികം സമയം എടുക്കണില്ല. നിങ്ങളുടെ പഞ്ചായത്തില് ഇലക്ട്രോണിക്കിന്റെ വീൽ ചെയർ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പഞ്ചായത്തില് ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുത്തിട്ടില്ല. ഇത്തവണ ഒരെണ്ണം അപേക്ഷ വന്നിട്ടുണ്ട്, നമ്മളതിന് ശ്രമിക്കുന്നുണ്ട്. ഇത്ര നേരം ഞങ്ങളോട് വന്ന് സംസാരിച്ചതില് ഒത്തിരി നന്ദി പറയുന്നു. ശരി ശരി, താങ്ക് യു. അടുത്തതായി നന്ദി പറയുന്നതിനായി കുമാരി ഷാലി വെങ്ങണിശ്ശേരി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഷാലി വന്നിട്ടുണ്ട്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. പ്രിയമുള്ളവരെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന 177ാമത്തെ സ്നേഹ സംഗമത്തിലാണല്ലോ നാം എല്ലാവരും. ഏതൊരു മീറ്റിംഗിന്റെയും അവസാന ഘട്ടത്തിൽ നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. എന്റെ ഈ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ.
ആദ്യമായി തന്നെ നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനോട് വളരെ താല്പര്യത്തോടെ ആദരവോടെ നന്ദി പറയുന്നു. അച്ഛൻ ജോയ് മാസ്റ്ററുടെ നിര്യാണത്തെ കുറിച്ച് അനുശോചനം അറിയിച്ചു. ദർശന ക്ലബിനോട് വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പരിപാടി വളരെ താല്പര്യത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന റവറൻ സിസ്റ്റർ നിവേദ്യ CSC കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സെന്റ് ജോസഫ് കോൺവെന്റ് കല്ലൂർ സിസ്റ്ററിനെ വളരെ ബഹുമാനത്തോടു കൂടി നന്ദി പറയുന്നു. സിസ്റ്ററിന്റെ വിലയേറിയ പ്രഭാഷണം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ കുറവുകളെല്ലാം നിറവുകളാണ് എന്ന് മനസ്സിലാക്കി തന്ന സിസ്റ്ററിന് വളരെയധികം നന്ദി പറയുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കേരള പോലീസ് രാമവർമ്മപുരം ശ്രീ ജയശങ്കർ KB സാറിനോട് വളരെ ഹാർദമായി നന്ദി പറയുന്നു. എത്ര തിരക്കുണ്ടായിരുന്നിട്ടും സാർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് വളരെയധികം നന്ദി പറയുന്നു. സാറിന്റെ പാട്ട് അതീവ മനോഹരമായിരുന്നു. സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് ഞങ്ങൾക്ക് വളരെയധികം ഉത്തേജനം നൽകി. വളരെയധികം സാറിനോട് നന്ദി പറയുന്നു. സ്നേഹസംഗമത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന JCI തൃപ്രയാർ യുവജന സംഘടന പ്രസിഡന്റായ കുമാരി അഞ്ജലി മനോജ് എന്നിവരെ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ കഴിവ് കണ്ടെത്തുന്ന വേദിയാണ് ദർശന ക്ലബ് എന്ന് അഞ്ജലി മനോജ് വളരെയധികം വ്യക്തമാക്കി തന്നു. മാഡത്തിനോട് വളരെയധികം ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടികൾ ആശംസകൾ അർപ്പിക്കാൻ വന്ന വെങ്ങണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ശ്രീമതി CB സുരേഷ് മാഡത്തിനോട് വളരെയധികം ഞങ്ങൾ നന്ദി പറയുന്നു. എത്ര തിരക്കുണ്ടായിരുന്നിട്ടും മാഡത്തിന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാക്കി തന്നതിന് വളരെയധികം ഞങ്ങൾ അതീവ താല്പര്യത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അവതാരകയായ കുമാരി ലീനാംച നാട്ടിക എന്നിവർക്ക് വളരെ ആത്മാർത്ഥതയോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ഗാനം വളരെ മനോഹരമായി ആലപിച്ച ശ്രീ തങ്കച്ചൻ TJ എന്നിവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ശ്രീ ജെയ്സൺ കൊരട്ടി എന്നിവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഈ റിപ്പോർട്ട് വളരെ വ്യക്തതയോടെ അവതരിപ്പിച്ച ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി തന്ന ശ്രീ KJ ജോസ് കൊരട്ടി എന്നിവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ PRO ശ്രീ പിയൂസ് കോട്ടപ്പുറം എന്നിവർക്ക് അതീവ താല്പര്യത്തോടെ നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എന്റെ കൂട്ടുകാർക്കും എന്റെ പേരിലും ഈ ദർശന ക്ലബിന്റെ പേരിലും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി പറഞ്ഞു. അപ്പൊ ഇനി നമ്മള് 178ാം സ്നേഹ സംഗമത്തിലേക്ക് നമുക്ക് ഏവർക്കും കണ്ടുമുട്ടാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്നേഹ സംഗമം അതിമനോഹരമായിരുന്നു. ഇതിലും മനോഹരമാവട്ടെ ഓരോ സ്നേഹ സംഗമങ്ങളും.